നാഗ്പൂർ ഏരിയ അവർക്ക് അറിയാം. അറിയാം. നാഗ്പൂർ ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയില്ലേ? മഹാരാഷ്ട്ര. അതെ. നാഗ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം RSSന്റെ കേന്ദ്ര കാര്യാലയം, കേന്ദ്ര ആസ്ഥാനം. അവിടെയാണ് അവരുടെ മേഖല. നാഗ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒട്ടനവധി ഉത്തരങ്ങൾ, അവർക്ക് കിട്ടാനുള്ള ചോദ്യങ്ങളും ഇവരിൽ നിന്ന് കിട്ടാനുള്ള ഒട്ടനവധി ഉത്തരങ്ങൾ അവിടെ ഉണ്ട്. ഇവർ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സല്ല, ഗവൺമെൻറ് സംവിധാനത്തിൽ നിന്നവരാണ്. അതെ. അവർക്ക് കിട്ടാൻ ധാരാളം വിവരങ്ങൾ കിട്ടാൻ ആ രീതിയിൽ ഇവരെ ഒരുപക്ഷെ ട്രാപ്പിലാക്കിയതാവാം, പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ പിന്നെ വ്ളോഗറൊക്കെ പോയി, യൂട്യൂബർ പിന്നെ വേറെ ലെവലാണ്. ഇവരെ പിന്നെ അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ എവിടം വരെ എത്തി എന്നുള്ളത്. ഇനിയും ചാടിപ്പോകാനുള്ളവരൊക്കെ ചരിത്രം പോയിരുന്ന് പഠിക്കണമെന്നേ. ഇങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു യൂട്യൂബർ പോയി നിന്ന് അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് പറയുന്നതൊന്നുമല്ല അത്. 1947 വിഭജന കാലഘട്ടത്തിന് മുമ്പ് വിഭജനം ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞത് മുതൽ ആ രാജ്യത്തുള്ളവർ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് അന്വേഷിച്ചാൽ മതി. ചരിത്രം പറഞ്ഞുതരും. കൽക്കട്ടയിലേക്ക് വന്ന ട്രെയിനുകളുടെ കഥ അന്വേഷിച്ചാൽ മതി.